ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൽസ കിച്ചൺ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായം കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പാല്, പഴുത്ത പപ്പായ മിക്സിയിലിട്ട് അടിച്ചത് ഇടത്തരം വലിപ്പമുള്ളത്, 1 കപ്പ് ശർക്കര, നെയ്യ്, 2 ടീസ്പൂൺ ഏലക്ക, അരിപ്പൊടി 1 കപ്പ്. അടി കട്ടിയുള്ള പാത്രത്തിൽ പപ്പായ ഇട്ട് ചൂടാക്കാൻ പോവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 കപ്പ് പാല് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം അടിക്ക് പിടിക്കും. നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇനി 1/2 കപ്പ് ശർക്കര ചേർക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഇവിടെ ശർക്കര ഉരുക്കി ചേർക്കുന്നില്ല, നല്ല ശർക്കര ആയത് കാരണം. പപ്പായ നല്ല കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യാനുസരണം നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ ഏലക്ക ഇട്ട് നന്നായിട്ട് കുറുക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ പപ്പായ കുറുക്കി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഇവിടെ നട്ട്സ് ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.